വളരെ പെട്ടെന്നൊരു പാവയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു സവാളയും 2-3 പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക. പച്ചമണം പോയതിന് ശേഷം പാവയ്ക്ക നന്നായിട്ട് നേർത്തതായിട്ട് അരിഞ്ഞത് അതിനകത്തൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മസാല എല്ലാം പിടിച്ചതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ച് നമുക്ക് വേവിക്കാം. ഉപ്പും ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പകുതി വേവാവുന്ന സമയമാകുമ്പോൾ പിന്നെയും നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. കാരണം കയ്പ്പൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേ കറക്റ്റ് പരുവം അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഉപ്പും ഇട്ട് നല്ലപോലെ വഴറ്റി പിന്നെയും അടച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കരിഞ്ഞു പോകാതിരിക്കാനും അടുക്കി പിടിക്കാതിരിക്കാനുമാണ്. ഒത്തിരി കയ്പ്പ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ പാവയ്ക്ക നേരത്തെ അരിഞ്ഞതിന് ശേഷം പിഴുപുള്ളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും കയ്പ്പുണ്ടാവില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു മെഴുക്കുവരട്ടിയാണ് പാവയ്ക്ക മെഴുക്കുവരട്ടി. ഇപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം.